യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. ജൂലൈയിലെ ഫോൺ വിളിയെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരും എന്നാണ് യൂത്ത് ലീഗ് വിശ്വസിക്കുന്നത്. ഒടുവിൽ ബി ക്യാപിറ്റൽ ഫൈനാൻസ് സർവീസ് എന്നൊരു കമ്പനി ബിനീഷ് കോടിയേരി തുടങ്ങിയതായി യൂത്ത് ലീഗ് ആരോപിച്ചിരുന്നു. അത് ബിനീഷ് കോടിയേരി നിഷേധിച്ചിരുന്നു. എന്നാൽ അങ്ങനെ ഒരു കമ്പനി 2015 തന്നെ റെസ്റ്റോറൻറ്റിന് പണം മുടക്കി എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ബിനീഷ് കോടിയേരി ആരംഭിച്ചതായ തെളിവുകളും ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. ഇതേ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ ഇവിടെ മാത്രമല്ല കാര്യങ്ങൾ നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ഹാജരാക്കുന്നത് ബിനീഷ് കോടിയേരി 2015 ആരംഭിച്ച ഫോറക്സ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ കുറിച്ചാണ്. ഇത് മണി എക്സ്ചേഞ്ച് കമ്പനിയാണ്. എന്തിനാണ് ബിനീഷ് കോടിയേരി 2015 ഒരു മണി എക്സ്ചേഞ്ച് കമ്പനി ബാംഗ്ലൂരിൽ ആരംഭിച്ചത്? ഈ മയക്കുമരുന്ന് കേസിൽപ്പെട്ട പ്രതികൾ പലരും അവരുടെ ഇടപാടുകൾ നടത്തിയിരുന്നത് ഗോവയിലാണ് എന്ന് ഇതിനകം മൊഴി നൽകിയിട്ടുണ്ട്. ഗോവയിൽ വിദേശികളുമായി ബന്ധപ്പെട്ടാണ് ഈ മയക്കുമരുന്നിൻ്റെ ഇടപാടുകൾ നടക്കുന്നത്. വിദേശികൾ മയക്കുമരുന്ന് വാങ്ങുമ്പോൾ അവരുടെ കറൻസിയിലാണ് മയക്കുമരുന്ന് വാങ്ങുന്നത്. ഈ പണം ഈ ഇടപാടുകൾ നടത്താൻ വേണ്ടിയാണോ, വിദേശ കറൻസി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിലൊരു മണി എക്സ്ചേഞ്ച് 2015 ബിനീഷ് കോടിയേരി ആരംഭിച്ചത് എന്നുള്ളത് അന്വേഷിക്കണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഒറ്റച്ചങ്ങായി ആരാണ് എന്നുള്ളത് വ്യക്തമാണ്. കാരണം 2015 ഒരു മണി എക്സ്ചേഞ്ച് കമ്പനിയൊക്കെ ആരംഭിക്കണമെങ്കിൽ BJPയുടെ ഭരണകാലത്ത് എളുപ്പത്തിൽ അത്തരം ലൈസൻസ് ഒന്നും കിട്ടില്ല. ഒരു CPM നേതാവിൻ്റെ മകന് എങ്ങനെയാണ് ഇത്തരമൊരു ലൈസൻസ് കിട്ടിയത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. ഈ കമ്പനിയിൽ എന്തായിരുന്നു ഇടപാട്? എന്ത് മണി എക്സ്ചേഞ്ച് ആണ്? ഏതൊക്കെ വിദേശ കറൻസികളാണ് ബിനീഷ് കോടിയേരിയുടെ ഈ കമ്പനിയിൽ ഇടപാട് നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകൻ ഇന്ന് പരാതി നൽകിയതായി മനസ്സിലാകുന്നു. ED അന്വേഷണം നടത്തിയാൽ യൂത്ത് ലീഗിൻ്റെ എല്ലാ തെളിവുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ ഞങ്ങൾ ഒരുക്കമാണ്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2018 ഏപ്രിൽ മാസം 17-ാം തീയതി തിരുവനന്തപുരത്ത് UAFX എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ ആരംഭിക്കുകയുണ്ടായി. UAFX സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് 2018 ഏപ്രിൽ 17-നാണ് ആരംഭിച്ചത്. ഇതിനകത്ത് 3 ഡയറക്ടർമാരാണുള്ളത്. അരുൺ വർഗീസ്, സുജാത സരസ്വതി ചെല്ലൻ, തെക്ക് വീട്ടിൽ അബ്ദുൽ ലത്തീഫ്. ഈ അബ്ദുൽ ലത്തീഫ് തിരുവനന്തപുരത്തെ കാർ പാലസിന്റെ ഉടമയാണ്. ഈ കാർ പാലസ് ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണ് എന്ന് തിരുവനന്തപുരത്ത് അന്വേഷിച്ചാൽ ആർക്കും മനസ്സിലാവും. ഈ സൊല്യൂഷൻ ഒരു പ്രത്യേകതയുണ്ട്. സ്വപ്ന സുരേഷ് EDക്ക് കൊടുത്ത മൊഴിയിൽ പറയുന്ന UAFX 21 ഓഗസ്റ്റ് 2020 എറണാകുളം കോടതിയിൽ ED ഹാജരാക്കിയ മൊഴിയിൽ വളരെ വ്യക്തമായി പറയുന്നു. സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ പറയുന്നത് UAFX സൊല്യൂഷനാണ് സ്വപ്ന സുരേഷിന് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. ആ കമ്മീഷൻ പണമാണ് ലോക്കറിലുള്ളത് എന്നാണ്.
ബിനീഷ് കൊടിയേരിക്ക് ഈ UFX സൊല്യൂഷനുമായുള്ള ബന്ധം എന്താണ് എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. തിരുവനന്തപുരത്ത് ആരന്വേഷിച്ചാലും അക്കാര്യം വ്യക്തമാകും. ഈ ലത്തീഫിന്റെ കാർ പാലസ് ആരുടേതാണ് എന്ന് നിങ്ങളുടെ തിരുവനന്തപുരത്തെ മാധ്യമ റിപ്പോർട്ടർമാരോട് അന്വേഷിച്ചാൽ അവർ പറയും അത് ബിനീഷ് കൊടിയേരിയുടേതാണ്. അപ്പൊ UFX സൊല്യൂഷനും UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ഇടപാടിന് ഇടനിലക്കാരനായി നിന്നത് ബിനീഷ് കൊടിയേരിയാണോ? ഈ കാർ പാലസുമായി UFX സൊല്യൂഷനുമായി അതുപോലെ തന്നെ ഈ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട കരാറിൽ സ്വപ്ന സുരേഷിനോട് ഒപ്പം ചേർന്ന് പ്രവർത്തിച്ചത് ബിനീഷ് കൊടിയേരിയാണോ? ബിനീഷ് കൊടിയേരിയുടെ പങ്ക് എന്താണ് എന്നതിനെ സംബന്ധിച്ചും അന്വേഷണം നടത്തണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. ബിനീഷ് കൊടിയേരി 2 കാറാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ബിനീഷ് കൊടിയേരിയുടെ പേരിലുള്ള കാറാണ്, അത് KL01 BK55 ടൊയോട്ട കാറ്. വേറൊരു കാറ് KL01 BN1 ഫോർച്യൂണർ. ഈ കാറ് ഈ ലത്തീഫ് കാർ പാലസ് എന്ന് പറയുന്ന ലത്തീഫിന്റെ സഹോദരന്റെ കാറാണ്. ഇത് ബിനാമി ഇടപാടാണ് എന്നും ലത്തീഫുമായി അതുപോലെ അദ്ദേഹത്തിന്റെ പാർട്ട്ണർഷിപ്പുമായൊക്കെയുള്ള ബന്ധങ്ങൾ ഇത്തരത്തിലേ നമുക്ക് തെളിയിക്കാൻ കഴിയുള്ളൂ ബിനാമി ഇടപാടുകളാകുമ്പോൾ. അപ്പോൾ ഇതേ സംബന്ധിച്ചൊക്കെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം എന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വേരുകൾ കേരളത്തിലേക്ക് വ്യാപിച്ചപ്പോൾ വേണമെങ്കിൽ അവരന്വേഷിക്കട്ടെ എന്ന നിലപാടാണ് കേരള സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് കേരളത്തിലെ രക്ഷിതാക്കളോടുള്ള വെല്ലുവിളിയാണ്, യുവജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, ലഹരിക്കെതിരായി പ്രവർത്തിക്കുന്നവരോടുള്ള വെല്ലുവിളിയാണ്. സംസ്ഥാന സർക്കാർ പലരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാട് പുനഃപരിശോധിക്കണം എന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്. കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് അല്പമെങ്കിലും ഈ സർക്കാർ പരിഗണന കൊടുക്കണം. അടിയന്തരമായി കേരളവുമായി ബന്ധപ്പെട്ട ഈ മയക്കുമരുന്ന് ലോബിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം. അതിനകത്ത് ബിനീഷ് കൊടിയേരിക്ക് പങ്കുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെയും നടപടി സ്വീകരിക്കണം. കേരളത്തിലേക്ക് വരുന്ന ഈ മയക്കുമരുന്ന് ലോബിയുടെ അടിവേരറക്കാനുള്ള സുവർണാവസരം സംസ്ഥാന സർക്കാർ ഉപയോഗപ്പെടുത്തണമെന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. മണി എക്സ്ചേഞ്ചിന്റെ പേര് അതും ബി ക്യാപിറ്റലാണ്. ബി ക്യാപിറ്റൽ ഫോറക്സ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് തുടങ്ങിയത് 3/7/2015 നേരത്തെ പറഞ്ഞത് ഫൈനാൻസ് ലിമിറ്റഡ് ആയിരുന്നു. അതും ബി ക്യാപിറ്റൽ തന്നെയാണ് പേര്. ഇത് ഫോറക്സ് ട്രേഡിംഗ് ആണ്, ഫോറിൻ എക്സ്ചേഞ്ച്, അതാണ് ഫോറക്സ്, മണി എക്സ്ചേഞ്ച്. സാധാരണഗതിയിൽ ഈ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടും പരിശോധിച്ചു. അതാണ് ഏറ്റവും രസകരമായ കാര്യം. ഒരൊറ്റ വർഷവും ആനുവൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. അത് ദുരുവാണ്. ഇത്തരം ഡംപിങ് കമ്പനികൾ കൊണ്ടു നടക്കുന്നത് 2 കാര്യത്തിനാണ്. ഒന്ന്, ഇത്തരം ലൈസൻസ് ഉള്ളവർക്ക് എത്ര വിദേശ കറൻസിയും കൈവശം വെക്കാം. രണ്ടാമത്, നമ്മളൊരു വിദേശ കറൻസി ഏതെങ്കിലും ഒരു മണി എക്സ്ചേഞ്ച് സ്ഥാപനത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ പാസ്പോർട്ട് കൊടുക്കണം. ഉയർന്ന തുകയുണ്ടെങ്കിൽ നമ്മൾ വിദേശത്ത് NRI സ്റ്റാറ്റസ് ഉണ്ടോ എന്ന് നമ്മൾ തെളിയിക്കണം. ഇതൊക്കെ വേണം. എന്നാൽ ഈ ലൈസൻസ് ഉള്ളവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പണം ബാങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ രേഖകൾ കാണിച്ചാൽ മതി. ഇവർ ബാങ്കിൽ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കാത്തത്. ഇതൊക്കെ ഇനി സ്വപ്ന സുരേഷ് വഴി വിദേശത്തേക്ക് പോയതാണോ, അതല്ല മറ്റേതെങ്കിലും വഴി ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടാണോ ഈ കറൻസി വെളുപ്പിച്ചെടുത്തത് എന്നതിനെ സംബന്ധിച്ച്
ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ആദ്യത്തെ കമ്പനിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ ബിനീഷ് കോടിയേരി നിഷേധിക്കാൻ കാരണം രണ്ടാമത്തെ കമ്പനി കൂടി പുറത്തു വരുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. അങ്ങനെ ഒരു കമ്പനി കൂടി ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. പാർട്ടി ആദ്യഘട്ടത്തിൽ നമ്മൾ ആദ്യം യൂത്ത് ലീഗ് പത്രസമ്മേളനം നടത്തിയപ്പോൾ പാർട്ടി ഇതിനകത്തേക്ക് വലിച്ചയച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ പാർട്ടി മറുപടി പറയേണ്ടതുണ്ട്. കാരണം പാർട്ടി സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അന്വേഷണം വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയുന്നത്? മയക്കുമരുന്ന് കേസിൽ അന്വേഷണമില്ല. കുമ്മരകത്ത് നടന്ന നൈറ്റ് പാർട്ടിയെക്കുറിച്ച് അന്വേഷണമില്ല. മാത്രമല്ല, ഇതിനൊക്കെ കേരളം വില കൊടുക്കേണ്ടി വരികയാണ്. കോവളം കൊട്ടാരം എങ്ങനെയാണ് മുതലാളിക്ക് പോയത്? എങ്ങനെയാണ് ബാർ ലൈസൻസ് ആരാധനാലയങ്ങളുമായുള്ള ദൂരപരിധി 200 മീറ്ററിൽ നിന്ന് 50 മീറ്ററായി കുറച്ചത്? ഇതൊക്കെ മുതലാളിമാർക്ക് വേണ്ടി ചെയ്യുന്നത് പാർട്ടി നേതാക്കളുടെ മക്കൾ ചെയ്യുന്ന തെറ്റിനുള്ള പ്രായശ്ചിത്തം എന്ന നിലക്കാണ്. അതിനകത്ത് നമുക്കൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പാർട്ടി മറുപടി പറയണം. കാരണം ഇവര് തുലാസിൽ പകരം വെക്കുന്നത് കേരളത്തെയാണ്. ഇവർ ചെയ്യുന്ന തെറ്റ് ഒരു ത്രാസിൽ വെക്കുന്നു, ആ തെറ്റ് ബാലൻസ് ഒപ്പിക്കാൻ മറുഭാഗത്ത് കേരളത്തെ വെക്കുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ട്. പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്ത് വിറ്റിട്ടാണ് ഈ കടബാധ്യത വീട്ടുന്നത്. ഈ അറബിയൊക്കെ കബളിപ്പിക്കുന്ന പണം കൊടുക്കുന്നതിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇനി മുതലാളി കൊടുത്താലും നമുക്ക് പ്രശ്നമില്ല. അതുവഴി ആ മുതലാളിക്ക് കേരളം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ, തെറ്റായ രീതിയിൽ വഴിവിട്ട രീതിയിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ അവിടെ കേരളത്തിന് പ്രശ്നമുണ്ട്. ഈ മയക്കുമരുന്ന് കേസ് പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഇടപെട്ടു എന്നതുകൊണ്ട് മാത്രം അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രശ്നമുണ്ട്. കോക്കാച്ചി മിഥുൻ എന്ന് പറഞ്ഞൊരു സിനിമാ നടൻ ഉണ്ടായിരുന്നു. ആ കോക്കാച്ചി മിഥുൻ മയക്കുമരുന്ന് കേസിൽ പിടിയിലായി. അദ്ദേഹം DJ ആണ്. ചില സിനിമകളിലൊക്കെ അഭിനയിച്ച ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ബിനീഷ് കോടിയേരിയുടെ ഈ കോള് കണ്ടു. അന്വേഷണം അവിടെ അവസാനിച്ചു. അന്ന് RMP അത് സംബന്ധിച്ച് പരാതി കൊടുത്തു എന്നാണ് RMPയുടെ നേതാക്കൾ ഫിറോസിന്റെ ആരോപണങ്ങൾ. ഇന്നും ബിനീഷ് കോടിയേരിക്ക് മണി എക്സ്ചേഞ്ച് കമ്പനി ഉണ്ട്, ഇതെന്തിനു വേണ്ടി തുടങ്ങിയെന്നതിൽ അന്വേഷണം വേണം. സർക്കാർ നിലപാടിനെ കുറ്റപ്പെടുത്തുന്നു യൂത്ത് ലീഗ് ഇപ്പോൾ.